ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സരോജിനി നഗർ ഹോൾ വീഡിയോ ആണ് ചെയ്ത. കഴിഞ്ഞ ദിവസം നമ്മൾ നല്ല ചൂട് വെയിലത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ സാധനങ്ങളാണ് മേടിച്ചതെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ മുന്നേ ഒരു കാര്യം പറയാം, എനിക്ക് ഓവറായിട്ട് സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കൂടുതലും വീഡിയോ എടുക്കുന്നതിലേക്കും പിന്നെ ഞങ്ങളൊരു ചലഞ്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനും ചേച്ചിയും കൂടി. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കോൺസെൻട്രേഷൻ പോയതുകൊണ്ടിട്ട് ഞാൻ ഓവറായിട്ട് ഔട്ട്ഫിറ്റ് ഒന്നും നോക്കിയില്ല. പിന്നെ എനിക്ക് കുറേ സാധനങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടൊരു ഔട്ട്ഫിറ്റ് ഈ സാധനം ഇരുന്നിട്ട് ഞാൻ ഓർത്ത് എന്ത് സാധനമാണ് കയ്യിലൊന്നും തട്ടണേന്ന്. അപ്പോൾ പ്രോപ്പറായിട്ട് ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊന്നും കാണാനായിട്ട് പറ്റിയില്ല. ഞാൻ കണ്ടതൊക്കെ വെച്ച് എടുത്തു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് 8 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ പ്രോപ്പർ ഔട്ട്ഫിറ്റ്സ് കാണാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും പോവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ തുടങ്ങിയാലോ ഇന്നത്തെ സരോജിനി നഗർ ഹോൾ വീഡിയോ. സോ ഗൈസ് ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഈ ഒരു ഡ്രസ്സ് ഞാൻ 300 രൂപയ്ക്ക് ബാർഗെയിൻ ചെയ്ത് മേടിച്ചതാട്ടോ. അത് കണ്ടപ്പോൾ എന്തോ ഈ ഒരു പ്രിന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് അവിടെ ഫോൾട്ടായിട്ട് ഫീൽ ചെയ്യണം എന്താണെന്ന് അറിയാമോ, ട്രയൽ റൂംസ് ഇല്ല കേട്ടോ. നമ്മൾ ഏകദേശം ഒരു ഊഹത്തിനാണ് നമ്മൾ ഓരോ ഐറ്റംസും പർച്ചേസ് ചെയ്യണമെന്നുള്ളതാണ്. പിന്നെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണല്ലോ, ട്രയൽ റൂമൊന്നും എന്തായാലും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ സൈസ് എനിക്ക് കുറേ എണ്ണത്തിൻ്റെ മാറിപ്പോയിട്ടൊക്കെ ഉണ്ട്. കാണുമ്പോൾ തന്നെ എനിക്ക് ഓക്കെ ആണെന്നൊക്കെ തോന്നണത് ഇവിടെ വരാൻ നേരത്ത് ഓക്കെ ആയിട്ടില്ല. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് അതുപോലെ എനിക്ക് ഇത്തിരി ലൂസായിരുന്നു. ഇതൊക്കെ ഇതിന് ടൈറ്റ് ഓൾട്ടർ ചെയ്തെടുക്കാവുന്നല്ലോ കേട്ടോ. ഒരു ഇഞ്ചൊക്കെ വ്യത്യാസമൊക്കെ ഉള്ളൂ. അപ്പോൾ ഓൾട്ടർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു മാക്സി ഡ്രസ്സാണ് ഞാൻ ഈ ഒരു മേടിച്ചത്. രസമുണ്ട് കാണാനായിട്ട്. ചെറിയ ഫ്രില്ലൊക്കെ ആയിട്ടും പിന്നെ ചെറിയൊരു ബട്ടൺ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഫുള്ളാണ്. പിന്നെ ഫുൾ സ്ലീവാണ് വരുന്നത്. നല്ല അത്യാവശ്യം ഇങ്ങനെ കയ്യിൻ്റെ ഇവിടെയൊക്കെ ആണെങ്കിലും ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷെയ്ഡ് നല്ല രസമുണ്ട്. ഇവൻ എനിക്ക് തോന്നുന്നു ഇത്തിരി ബ്ലാക്ക് മെറ്റലിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ കളറാണിത്. ഷെയ്ഡാണ്, പ്രിൻ്റാണ്. ഒരു ബോഹോ ടച്ചൊക്കെ കൊടുത്ത് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കാഷ്വലായിട്ട് നമുക്ക് സമ്മറിനൊക്കെ ഇടാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഭയങ്കര എന്താ പറയുക, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. സ്മൂത്താണ്. അതുകൊണ്ട് ഇടാൻ തന്നെ നമ്മുടെ സ്കിന്നൊന്നും റാഷോ അങ്ങനെ കാര്യങ്ങളൊന്നും വരില്ല. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ്. എനിക്കൊന്ന് വിസ്കോസ് ആണെന്ന് തോന്നുന്നു കേട്ടോ മെറ്റീരിയൽ. പിന്നെ ഒരു വീനെക്ക് പാറ്റേൺ ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നേക്കുന്നത്. എനിക്ക് അത്യാവശ്യം ഇറങ്ങിയ വീനെക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വീനെക്ക് പാറ്റേൺ ആണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. രസമുണ്ട് ഓവറോൾ കാണാൻ വേണ്ടി ഒരു ലുക്ക്. ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സ്. നമുക്ക് ബോഹോ സ്റ്റൈലും അതുപോലെ കാഷ്വൽ ഈസി ബ്രീസി സ്റ്റൈലൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയ ഡ്രസ്സാണ്. ഈ ഒരു ഷർട്ടില്ലേ ഞാൻ അനന്തുവിന് വേണ്ടി മേടിച്ചതാണ്. പിന്നെ അനന്തുവിന് മാത്രമല്ല കേട്ടോ, ചേട്ടനും അമ്മൂനും അമ്മയ്ക്കും വെല്ലിക്കും ഞാൻ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അവർക്ക് തന്നെ കൊടുത്തു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് തന്നെ ഞാൻ കൊടുത്തു ഐറ്റംസ് ഒക്കെ തന്നെ. പക്ഷേ ഇത് ഞാൻ അനന്തുവിന് വേണ്ടി മേടിച്ചാണ്. അപ്പോൾ അനന്തുവിന് ഇന്നാ ഞാൻ കൊടുക്കുള്ളൂ. അതുകൊണ്ടിട്ട് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നതാണ് കേട്ടോ. നല്ലൊരു ഇങ്ങനത്തെ ക്രോഷേ പാറ്റേൺ വന്ന ടൈപ്പാണ്. അനന്തുവിന് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനത്തെ സീത്രൂ ആയിട്ടുള്ള ഷർട്ടുകൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം മേടിച്ചത്. നല്ലൊരു ഒലീവ് ഗ്രീൻ കളറാട്ടോ. ഒലീവ് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചാണാപ്പച്ച എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഷെയ്ഡാണ് ശരിക്കും പറഞ്ഞൊരു മെഹന്തി ഗ്രീൻ. അത് തന്നെ മെഹന്തി ഗ്രീനാണിത്. രസമുള്ള ഷെയ്ഡാണ്. അനന്തുവിന് ചേരും കേട്ടോ കളറ്. ഈ കളറും ചേരും. പിന്നെ എനിക്ക് പാറ്റേണും ഇഷ്ടപ്പെട്ടു. സ്ലീവ് ആണെങ്കിലും ഫുൾ സ്ലീവ് വരുന്നൊരു ഷർട്ടാണ്. കാഷ്വലായിട്ടൊക്കെ ഇടാനായിട്ട് ഭയങ്കര നല്ലൊരു ഷർട്ടാട്ടോ ഇത്. നല്ല അടിപൊളി ഒരു ബീച്ച് വെയർ ആയിട്ട് ഇടാൻ പറ്റിയ ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇത്. ഡ്രസ്സാണ് ഇത്. വന്നിട്ട് ഓഫ് ഷോൾഡർ ഡ്രസ്സാണ് കേട്ടോ. നല്ല ടൈ ആൻഡ് ഡൈ പാറ്റേണാണ് ഇതിന് വന്നേക്കുന്നത്. ഇതെനിക്ക് പക്ക കാണുമ്പോഴത്തേക്കും തായ്ലൻഡിലെ ഫുക്കറ്റ് ക്രാബി വൈബൊക്കെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ക ഒരു ബീച്ച് വെയർ അങ്ങനെയൊക്കെ ഇടാനായിട്ട് നല്ലതായിരിക്കും. നല്ല ഷെൽ ഇയറിങ്സിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. 2 സൈഡിലും അതുപോലെ സ്ലിറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയും ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതില്ലേ, ഈ സാധനത്തിന് ഭയങ്കര നീളം കൂടുതലാട്ടോ. ഇതെനിക്ക് കട്ട് ചെയ്യിക്കണം എന്നുണ്ട്. അപ്പോൾ ഇത്തിരി കൂടി ഭംഗി വരും തോന്നി. കാരണം അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഫ്ലാപ്പായിട്ട് കിടക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ എന്തോ ഒരു ഭംഗി ഡ്രസ്സിനുണ്ട് കേട്ടോ. ഇതിൽ ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, അതുപോലെ തന്നെ പിങ്ക് ഉണ്ട്. അല്ല കുറേ ഇങ്ങനത്തെ ടിൻറ്റ് വരണതുകൊണ്ട് തന്നെ പക്ക ഒരു സമ്മർ വെയറാണ് ഇത് കാണാനായിട്ട്, കളർ കാണാനായിട്ട്. പിന്നെ ഇത് അടിപൊളി റയോൺ ഫാബ്രിക് ആണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഈസി ബ്രീസി ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയൊരു ഡ്രസ്സാണിത്. ചൂടത്ത് പെർഫെക്റ്റ് ആയിട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ് ഇതിൻ്റെ മെറ്റീരിയൽ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇടാനും നല്ല സുഖം ഉണ്ടാവും കേട്ടോ. ഇതുണ്ടോ ഇലാസ്റ്റിക് കൊടുത്തേക്കണം. നമുക്ക് ഓഫ് ഷോൾഡർ ആയിട്ട് ഇടാം. ഇനി ഓഫ് ഷോൾഡർ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സാധാരണ ആയിട്ട് ഇടാം കേട്ടോ. എനിക്കതൊന്ന് ഓഫ് ഷോൾഡർ ഇടുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാട്ടോ. ഞാൻ ഇനി ഒരു വെക്കേഷന് പോകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും ഈ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എടുത്തത് ഈ ഒരു ഷ്രഗ് ആട്ടോ. ഇന്നത്തെ ഓവറോൾ സരോജിനി നഗർ ഹോൾ വീഡിയോയിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പീസ് ഈ ഒരു ഷ്രഗാണ് കേട്ടോ. എനിക്ക് അവിടെ കിടക്കണുണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ സാധനം എനിക്ക് വേണം എന്നുള്ളത്. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷ്രഗാണ്. ഞാൻ ആദ്യം ഓർത്തത് ഇങ്ങനെ ലേസ് ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. പക്ഷേ ഇത് ഷ്രഗിന് വേണ്ടി പ്രിന്റ് ചെയ്തെടുത്ത മെറ്റീരിയലാണ്. കാരണം ബോർഡറൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാട്ടോ ഉള്ളത്. പക്ക ഈ പ്രിന്റിൽ തന്നെ ഡിജിറ്റൽ പ്രിന്റാണ്. ആ പ്രിന്റിൽ തന്നെ വന്നേക്കുന്നതാണ് ഇതിൻ്റെ ബോർഡറും കാര്യങ്ങളെല്ലാം. പിന്നെ ചെറിയ 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 സ്റ്റോൺ വർക്കുകൾ പോയിട്ടുണ്ട്. എൻ്റെ മുന്നേ ഒരു ബോഹോ ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ കിടിലൻ ഷ്രഗാണിത്.
നമുക്ക് വെക്കേഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബീച്ച് ഹോളിഡേക്ക് പോകുമ്പോഴോ അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയ, സമ്മറിലൊക്കെ ഇടാൻ പറ്റിയ ഒരു വൈബ്രൻറ്റ് കളേഴ്സും എല്ലാം കൂടിയുള്ള ഷ്രഗാണ്. ഇപ്പം എനിക്ക് ഈ അടുത്തായിട്ട് ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സിനോടൊന്നും ഇഷ്ടമില്ല, പക്ഷേ എനിക്ക് ഈ ഷ്രഗ് കണ്ടപ്പം ഇതെനിക്ക് വേണമെന്ന് തോന്നി. ജസ്റ്റ് 300 രൂപയ്ക്ക് മേടിച്ചായിട്ട് ഈ ഷ്രഗ് എന്തൊരു കൂളാണെന്ന് അറിയാമോ. കുറേയേറെ നമുക്ക് ഔട്ട്ഫിറ്റിനൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. വൈറ്റ് ഒരു ഉടുപ്പ് മേടിക്കാൻ വേണ്ടി ഞാൻ നിൽക്കുക കേട്ടോ ഇത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ബോഹോ ആയിട്ടൊക്കെ കളർഫുൾ ബോഹോ വൈബിൽ സ്റ്റൈൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇരിക്കുകയാണ്. ഇത് രസാലി ഷ്രഗ്, അതിൻ്റെ കളറാണെങ്കിലും അതിൽ വന്നേക്കുന്ന പ്രിൻസൊക്കെ ആണെങ്കിലും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷ്രഗാണ്. ആര് ചോദിച്ചാലും ഞാൻ തരില്ല കേട്ടോ, ഇപ്പോഴേ പറഞ്ഞേക്കാം. പിന്നെ ഇത് കണ്ടോ, നല്ല രസമുള്ള പ്രിൻ്റൊക്കെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ടുണ്ട്. ഫേവറേറ്റ്. സരോജിനി നഗറിൽ നിന്ന് ഞാൻ ഏറ്റവും ആദ്യം പർച്ചേസ് ചെയ്തത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ. ഈ ഒരു ഷ്രഗാണ്, നല്ല ട്രോപ്പിക്കൽ പ്രിൻ്റുള്ള ഷ്രഗാണ്. എനിക്ക് അവിടെ നിന്ന് ഈ പ്രിൻ്റ് ഫിറ്റിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഫിറ്റിംഗ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. മേ ബി ഈ ഷ്രഗ് കണ്ടുകൊണ്ടായിരിക്കാം ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഇപ്പോൾ ബോധിക്കാത്തത്. പക്ഷെ എന്നാലും നമുക്ക് സ്റ്റൈൽ ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ നല്ല ഷ്രഗാണ്. ചൂടത്തൊക്കെ ഇടാൻ നല്ലതാണ്, ബീച്ചിൽ പോകാൻ നേരത്ത് ഇടാൻ നല്ലതാണ്. ഷോർട്സിൻ്റെ കൂടെ, ജീൻസിൻ്റെ കൂടെ, ഉടുപ്പിൻ്റെ കൂടെ, സ്കേർട്ടിൻ്റെ കൂടെ ഒക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. വേണമെങ്കിൽ ഇതൊന്ന് കെട്ടിയൊക്കെ വെച്ച് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോപ്പായിട്ടൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ക ട്രോപ്പിക്കൽ വൈബുള്ള ഒരു ഷ്രഗാണിത്. ഇതും ഞാൻ 150 രൂപയ്ക്കൊറ്റ 150 രൂപയ്ക്കൊറ്റ മേടിച്ചതാണ്. രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ ഒരു നല്ല മെറ്റീരിയൽ. 50 രൂപയ്ക്ക് മേടിച്ചിട്ടുള്ള ഒരു സ്കാർഫാണ് കേട്ടോ ഇത്. എനിക്ക് എന്താണെന്നറിയില്ല, ഇതിൻ്റെ പ്രിൻ്റ് കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഒരു കളർ കോമ്പിനേഷൻസ്, ബ്ലാക്ക്, വൈറ്റ്, അതുപോലെ തന്നെ ഇതിലെന്തോ ആയിട്ടുണ്ട് കേട്ടോ. ഇല്ല, പ്രിൻ്റാണ് കേട്ടോ, ഒന്നും ആയതല്ല, ഇതിൻ്റെ പ്രിൻ്റാണ് ഈ ഒരു ഓഫ് കളറ്. ഞാൻ ഓർത്ത് അതെന്തോ ആയതാന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ ഇതിൽ വൈറ്റ് വരുന്നുണ്ട്, ഗ്രേ വരുന്നുണ്ട്, ഈ ഒരു നിയോൺ ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. ഞാൻ ഇതെന്തിനാണ് എടുത്തതെന്ന് അറിയോ, ജസ്റ്റ് ഒരു ബ്ലാക്ക് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ബ്ലാക്ക് ഷർട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് ഉടുപ്പ് ഇടാൻ നേരം ചുമ്മാ കെട്ടി വെക്കാൻ മുടിയിലെന്ന് ഓർത്ത് അങ്ങനെ എടുത്തതാണ്. പക്ഷെ ഭയങ്കര കൂളായിട്ടുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഒരു സ്കാർഫാണ്. 50 രൂപയുള്ളൂ. ജസ്റ്റ് ഒരു ബ്ലാക്ക് ഔട്ട്ഫിറ്റ്, പ്ലെയിൻ ഔട്ട്ഫിറ്റൊക്കെ ഇടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കളർ ആംബപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സറി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഈ സ്കാർഫ്. ഈ ഒരു കിറ്റിൽ നിറച്ച് ജ്വല്ലറീസ് ആണ് കേട്ടോ. ഒത്തിരി ജ്വല്ലറീസ് അവിടെ ഉണ്ടായിരുന്നു, വെറൈറ്റി ജ്വല്ലറീസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഔട്ട്ഫിറ്റിനെക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച അന്നത്തെ ജ്വല്ലറീസ് ആണ്. കാരണം കുറേയേറെ വെറൈറ്റി ജ്വല്ലറീസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുറച്ചധികം മേടിച്ചിട്ടുണ്ട്. ഡ്രസ്സ് ഇത്ര ഉള്ളൂ കേട്ടോ നമുക്ക് ആകെ കൂടി. അപ്പോൾ ഇനി നമുക്ക് ജ്വല്ലറീസ് നോക്കാം. നല്ല അടിപൊളി ബീച്ചിലൊക്കെ ഇടാൻ പറ്റിയ, അത്യാവശ്യം സമ്മറിലൊക്കെ ഇടാൻ പറ്റിയ, ഹോളിഡേയ്സിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഇയറിങ്സ് ആണിത്. നല്ല ത്രെഡ് വർക്ക് വന്നിട്ട് താഴത്ത് ഷെൽസ് ആണുള്ളത്. രസമുണ്ടല്ലേ കാണാൻ. പോളും ഒക്കെ ഉണ്ട് ഇതിൻ്റെ സ്റ്റഡിൻ്റെ ഇവിടെ. നല്ലതാണ്. ഒരു കൂളായിട്ടുള്ള സമ്മർ വെയറിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഇയറിങ്സ് ആണ്. ഇവൻ ഞാൻ നേരത്തെ കാണിച്ച ഡ്രസ്സില്ലേ, ഓംബ്രേ ഡ്രസ്സ്, അതിൻ്റെ കൂടെ ഇത് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ യെല്ലോ ഉണ്ടായിരുന്നു, പിങ്ക് ഉണ്ടായിരുന്നു, ബ്ലൂ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത് എല്ലാത്തിൻ്റെയും കൂടെ ഇടാലോ എന്നും കരുതി ഈ ഒരു കളറാണ് എടുത്തത്. വീണ്ടും സെയിം സ്റ്റോളിൽ നിന്ന് തന്നെ മേടിച്ചതാണ് ഈ ഒരു ഇയറിങ്സ്. എൻ്റെ പൊന്നെ എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഒരു പ്ലെയിൻ വൈറ്റ് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഈ ഒരു ഇയറിങ്സ് മാത്രം മതി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു കളറാണെങ്കിലും കിഡിലും കളറാട്ടോ. ഞാൻ എൻ്റെ ഇത് ഫിംഗർ റിങ്ങിൽ ഈ കളറാണ് ഇട്ടേക്കണേ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. എന്ത് ഷെയ്ഡാണോ എന്തോ, ടർക്കോയിസ് ബ്ലൂ ആണെന്ന് പറഞ്ഞത്. ടർക്കോയിസ് ബ്ലൂ ആണ്. നല്ല രസമുണ്ട് കേട്ടോ. 3 ലെയറൊക്കെ ആയിട്ട് വന്നേക്കുന്ന ഒരു സ്റ്റൈലൻ കമ്മലാണ് കേട്ടോ ഇത്. പിന്നെ ആ ഒരു സെയിം സ്റ്റോളിൽ നിന്ന് തന്നെ മേടിച്ചതാണ് ഈ ഒരു ഇയറിങ്. ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് കണ്ടോ. നല്ലൊരു ഫ്ലോറൽ ഇയറിംഗ് ആണ്. ഇതും അതേ വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ, മജന്ത ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ, യെല്ലോ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. സ്റ്റഡാണ് കേട്ടോ ഇത്. വേറെ തൂക്കോ ഞാത്തോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഈ ഒരു സ്റ്റഡ് മാത്രമാണ്. ഫ്ലോറലാണ്. നിറച്ച് കുഞ്ഞു ബീഡ്സ് ആട്ടോ. ഷുഗർ ബീഡ്സിൻ്റെ വർക്ക് വന്നിരിക്കുന്ന. സിൽവർ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്. സെയിം സ്റ്റോളിൽ നിന്ന് തന്നെ മേടിച്ചതാണ് ഈ ഒരു കമ്മൽ കേട്ടോ. ഭയങ്കര രസമുണ്ട്. റിംഗ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ വൈറ്റ് ത്രെഡിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസിങ് പോയിട്ടുണ്ട് ഈ ഒരു സ്റ്റഡിൽ. നമുക്ക് ജസ്റ്റ് കാഷ്വലായിട്ടൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു റിംഗ് ആണ്. ഇത് വൈറ്റ് ഷെയ്ഡാണുള്ളത്. നല്ലൊരു അടിപൊളി ജുംക്ക് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടോ. ഇത് ഏകദേശം 350 ഒറ്റേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ്. എല്ലാം ആ റേഞ്ചാട്ടോ. ഓവർ പ്രൈസ് ഒന്നുമില്ല ഒന്നിനും. പക്ഷെ ഇതെന്ത് രസമാണെന്ന് നോക്കിക്കേ. നമുക്കിപ്പോൾ ഈ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇത് ഭംഗിയുണ്ടാകും. ഇവൻ നമ്മൾ ആ ഒരു ഡ്രസ്സ് എടുത്തില്ലേ, ആ ഒരു പ്രിൻ്റഡ് ഡ്രസ്സ്, ആ പ്രിൻ്റഡ് ഡ്രസ്സിൻ്റെ കൂടെ ഇത് ഭംഗിയുണ്ടാകും. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ താഴത്ത് വന്നിട്ടുള്ള ഈ ഗുങ്കുറു പാറ്റേൺ ആട്ടോ. പേളിൻ്റെയും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഒക്കെ ടൈപ്പ് ഓഫ്
ഹാങ്ങിങ്സ് ഈ ജുംക്കയുടെ സൈഡിൽ കൂടി വന്നിട്ടുണ്ട്. മിറർ വർക്ക് ഉണ്ട്. പക്ക ഒരു ബോഹോ ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ജുംക്കയാണ്. ഇപ്പം നാടൻ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ ഇടാം. എന്ത് ഭംഗിയാണല്ലേ കാണാൻ വേണ്ടി. ഇവിടേക്ക് സാധനം ഇങ്ങനെയും വരുമ്പോഴത്തേക്കും 1500-2000 രൂപ അടുത്തൊക്കെ നമുക്ക് സാധനം വരും. പക്ഷേ ഇത് 350 രൂപയ്ക്കാണ് കിട്ടിയത്. ഒട്ടും വെയിറ്റും ഇല്ല, അതുകൊണ്ട് തന്നെ ഇടാനും കംഫർട്ടബിൾ ആണ്. കുറച്ച് നിധി പൊതിഞ്ഞ് വെച്ചേക്കണ പോലെ ഞാൻ കുറച്ച് ബ്രേസ്ലെറ്റ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് വേറൊന്നുമല്ല, ജസ്റ്റ് എനിക്കിപ്പോൾ ഈ ഇടയായിട്ട് ഇപ്പം സ്റ്റാക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരാഗ്രഹം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് പേളിൻ്റെ ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ് ആണ്, എലാസ്റ്റിക്കിൽ വന്നേക്കുന്നതാണ്. ഈ അടുത്തായിട്ട് എനിക്കിപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു കയ്യിൽ മാത്രം ഫുൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇങ്ങനത്തെ സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടി മേടിച്ച കുറച്ചധികം ബ്രേസ്ലെറ്റ്സ് ആണ്. രസമുണ്ടല്ലേ, ഭയങ്കര കൂളല്ലേ, ഒരു ഹിപ്പി, അതുപോലെ തന്നെ ഒരു എന്താ പറയുക ആർട്ടിസ്റ്റ് കൈൻഡ് ഓഫ് സ്റ്റൈലാണ് എനിക്ക് ഈ ഐറ്റം ഇടുമ്പോൾ കിട്ടുന്നത്. നല്ലതാണ്. ഇതിൻ്റെ വൈറ്റ് ഉണ്ട്, ഗ്രേ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, മെറൂൺ ഉണ്ട്, ലൈറ്റ് ഗ്രേ വിത്ത് മാർബിൾ പ്രിൻറ്റ് വന്നതുണ്ട് കേട്ടോ. ഭയങ്കര കൂളായിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ആണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ച. ഒരെണ്ണം 50 രൂപയോ 30 രൂപ വെച്ചാൽ എന്താണ്ടും ആയിരുന്നു കേട്ടോ. 20 രൂപ, സോറി, ഒരെണ്ണം 20 രൂപയായിരുന്നു. അങ്ങനെ ഒരു 5 എണ്ണം മേടിച്ചു. രസമുണ്ടല്ലേ കാണാനായിട്ട്, കൂളായിട്ടുള്ള ബ്രേസ്ലെറ്റ്സ്. ഈ ഒരു മാല നോക്കിക്കേ പിള്ളേരെ, എൻ്റെ പൊന്നെ, വെറും 150 രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ്. പക്ഷേ കിഡിലൻ സാധനം എന്നുണ്ടെങ്കിൽ കിഡിലൻ സാധനമാണ്. നമുക്ക് സാരിക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ചുമ്മാ നമുക്ക് ഇൻഡോ വെസ്റ്റേൺ കുർത്താസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം. ഈ പേൾ വർക്കും ഈ സിൽവറും കൂടി വന്നപ്പോൾ വേറെ ഒരു ഫീൽ ഇട്ട് ഈ ഒരു ഐറ്റത്തിന് ടോട്ടലായിട്ട്. ഇതിൻ്റെ ലോക്കറ്റ് എടുത്തു പറയേണ്ടതാണ്. ലോക്കറ്റിൽ നിന്ന് കുറേയേറെ ഇങ്ങനത്തെ ഹാങ്ങിങ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര കൂൾ ലുക്കായിട്ട് നമുക്ക് തരുന്ന ട്രഡീഷണൽ അറ്റയർ ഇടുമ്പോഴത്തേക്കും വേണമെങ്കിൽ സെറ്റുമുണ്ടൊക്കെ ബ്ലാക്ക് സെറ്റുമുണ്ടൊക്കെ കൊടുക്കാൻ നേരത്ത് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് കുർത്തയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം. ലോങ് ചെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി ഹെവി ഇയറിങ്സ് ഒക്കെ ഇടുന്നതിലും വലിയ തെറ്റില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. സിൽവറും പേളും കൂടി വന്നപ്പോഴത്തേക്കും കിഡിലൻ ലുക്കായിട്ടുണ്ട്. 150 രൂപയ്ക്ക് ഈ ഒരു ഐറ്റം കിട്ടിയ എൻ്റെ ഫേവറേറ്റ് ആട്ടോ. ഈ ഒരു പാൻറ്റ് ജസ്റ്റ് 300 രൂപയ്ക്ക് മേടിച്ചാട്ടോ. പക്ഷെ ഇത് എനിക്ക് ഇങ്ങനെ പിടിച്ച് കാണിക്കേണ്ട അവസ്ഥയാണ്. ഒടുക്കത്തെ മണാട്ടോ. ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ ഇത് ഭയങ്കര ഒരു വൃത്തികെട്ട സ്മെല്ലുണ്ട് ഇതിന്. ഫാബ്രിക്കിൻ്റെ ആണെന്നുണ്ടോ, ചില ഫാബ്രിക് ഇങ്ങനെ നമ്മളിപ്പം എൻ്റെ ലെഹങ്കയുടെ സ്റ്റിഫ്നെറ്റ് ഇല്ലേ, സ്റ്റിഫ്നെറ്റിനൊക്കെ ഇതുപോലത്തെ ഒരു നാറ്റായിരുന്നു. അതുപോലത്തെ ഒരു നാറ്റം ഉണ്ട് കേട്ടോ ഈ ഒരു പാൻറ്റിനും. എന്തിൻ്റെന്ന് അറിയില്ല, ഒരുമാതിരി ചന്ദനത്തിരിയും എല്ലാം കൂടി ഒരുമാതിരി മുഷിച്ച് വെച്ചേക്കണ ഒരു മണം. വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതെനിക്ക് ഇടാൻ വേണ്ടി. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിന്ന് ഇട്ട് കാണിക്കാന്നേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ വാഷ് ചെയ്തിട്ട് ഇട്ട് കാണിക്കാം. കളറൊക്കെ നൈസാണ്, ഫിറ്റിങ്ങും ഒക്കെ നല്ലതാണ്. പക്ഷെ മണം സഹിക്കാൻ പറ്റാത്തൊരു മണം കേട്ടോ ഇത്. 300 രൂപയ്ക്ക് മേടിച്ചാണ്. ബാർഗെയിൻ ചെയ്ത് കുറേ ഐറ്റംസ് എനിക്ക് തോന്നുന്നു ബാർഗെയിൻ ചെയ്ത് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും കേട്ടോ. 300 രൂപ, 150 രൂപ വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോവാണെങ്കിൽ അവർ വിളിച്ച് നമുക്ക് സാധനം തന്നു വിടും. അങ്ങനത്തെയൊക്കെ ഉണ്ട്. പക്ഷെ 1500 രൂപയ്ക്ക് വിൽക്കണ കട അവിടെ ഉണ്ടെന്നുള്ളതാണ്. എല്ലാ ടൈപ്പ് ഓഫ് ഉണ്ട്. സ്ട്രീറ്റ് ഷോപ്പിങ്ങും പിന്നെ 80 രൂപയ്ക്കൊക്കെ ടോപ്പൊക്കെ കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് സരോജിനി. ഞാൻ എപ്പോഴും ആഗ്രഹിക്കും, പണ്ടായിരുന്നു നമ്മുടെ ഇവിടെയൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. ഒരു മാർക്കറ്റ്സ് ഒന്നും ഇതുപോലത്തെ ഇല്ലെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ ഇത് കൂളായിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പാൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നമുക്ക് ബ്ലാക്ക് ടോപ്പിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. ചെറിയ ബാഗൊക്കെ എടുത്ത് നമുക്ക് വേണമെങ്കിൽ വിൻറ്റേജ് ടൈപ്പ് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. മെറ്റീരിയൽ അടിപൊളിയാണ്. പിന്നെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇടണമെന്നേ ഉള്ളൂ. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ സരോജിനി നഗറിൽ നിന്ന് മേടിച്ച്. എനിക്കൊന്ന് ഡ്രസ്സ് ഞാൻ കുറച്ചും കൂടി മേടിക്കാമെന്ന് തോന്നി. എനിക്ക് സത്യം പറഞ്ഞാൽ പകുതിയായപ്പോഴത്തേക്കും എൻ്റെ ക്ഷമ നശിച്ചെന്നുള്ളതാണ്. കാരണം അത്രയ്ക്കും തിരക്കായിരുന്നു. ആൾക്കാർ മുട്ടിയും തട്ടിയൊക്കെ ഇപ്പോൾ വേറെ രീതിക്കുള്ള ടൈപ്പ് ശല്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ നടക്കാൻ സ്ഥലമില്ല അവിടെ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കാണ്ടും ഇതാവാണ്ടും നടക്കാൻ പറ്റില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു. പിന്നെ നമ്മുടെ ആൾക്കാർ അത്രയും തിങ്ങി നിൽക്കാൻ നേരത്ത് വിഷൻ മറയുമല്ലോ ഒരു പകുതി വരെ. അതുകൊണ്ടിട്ട് ഇപ്പോൾ കുറേ സാധനങ്ങളൊന്നും ഞാൻ കണ്ടില്ല. താഴത്ത് കുറേ 80 രൂപയുടെയൊക്കെ സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നീക്കി നോക്കാനുള്ള ക്ഷമയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പിന്നെ അവരുടെ ലൗഡായിട്ടുള്ള നോയിസ്, മാം വാ മേടിക്കും എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അല്ലറണ ഒച്ചയിലാണ് അവർ വിളിക്കണത്. ലാസ്റ്റ് എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു രാവിലെയൊക്കെ പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെന്ന് തോന്നുന്നു. ഒരു 11 മണി 10 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തിയിരുന്നെങ്കിൽ ഭയങ്കര നല്ലതായിരുന്നേ. 11 മണിക്ക് തുറക്കണേന്ന് തോന്നുന്നു. ആ ഒരു ടൈം എത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും ക്രൗഡ് നിങ്ങൾ സഹിക്കേണ്ടി വരും വൈകുന്നേരം ആകുമ്പോൾ. പിന്നെ ഞങ്ങളന്ന് അവിടെ ഒരു ഉച്ചയായപ്പോഴാട്ടോ എത്തിയത്. പിന്നെ ഡ്രസ്സ് മാറി അപ്പം തന്നെ സരോജിനി പോവുക ചെയ്തത്. രാവിലെ പോയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ പോകുമ്പോഴത്തേക്കും എന്തായാലും രാവിലെ എത്തുന്ന രീതിയിൽ എന്തായാലും ചെല്ലോട്ടെ. ഇനിയിപ്പോൾ ലജ്പത് നഗറൊക്കെ ചാന്ദിനി ചൗക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട് ഒരു പ്രാവശ്യം. ഇപ്പം 2 പ്രാവശ്യം സരോജിനി പോയി. സരോജിനി വന്നപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് കിട്ടിയത്. ജ്വല്ലറി ഒക്കെ എനിക്ക് പ്രാവശ്യം നല്ലത് കിട്ടിയിട്ടാ. പക്ഷേ ഡ്രസ്സുകളിൽ കുറച്ചും കൂടി ടോപ്സും ലോവേഴ്സൊക്കെ നല്ലത് എടുക്കാൻ തോന്നി. കുറച്ച് ഡ്രസ്സാണെങ്കിലും വെറൈറ്റി സാധനങ്ങളൊക്കെ എടുക്കണം എന്ന് തോന്നിയായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അതെടുത്താൽ കൊള്ളായിരുന്നു ഇതെടുത്താൽ കൊള്ളായിരുന്നൊക്കെ തോന്നണേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും പോവാം അല്ലേ? ഇനിയും പോയി കറങ്ങാൻ. എന്തായാലും ഡൽഹി അടിപൊളിയാട്ടോ. വൃത്തി കുറച്ച് കുറവുണ്ട്. എന്നാൽ കൂടി എന്താ പറയുക, നല്ല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചാൽ നല്ലതായിരിക്കും തോന്നണു. അപ്പോൾ ഇതാണ് നമ്മുടെ സരോജിനി ഹോൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.